ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് തയ്യാറാക്കുന്ന റെസിപ്പി ആവിയിൽ വേവിച്ചെടുത്ത നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നോമ്പ് സമയങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം കുറച്ച് ചിക്കൻ എടുക്കുക. അതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് നമുക്കതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ചിക്കൻ നല്ലതുപോലെ കൈ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാകുമ്പോൾ ചിക്കൻ കുറേശ്ശെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മൊരിച്ചെടുത്തതിന് ശേഷം അതിനെ എല്ലൊക്കെ മാറ്റി അത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള മസാല തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കുക. ഫ്രൈ ചെയ്തതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അടുത്തതായി വേണ്ടത് സവാളയാണ്. ചെറിയ രീതിയിൽ കട്ട് ചെയ്ത 2 സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് ചെറിയ രീതിയിൽ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചെറിയ രീതിയിൽ കട്ട് ചെയ്തതുണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. ഒരു 2 ചെറിയ പച്ചമുളക് ചെറിയ രീതിയിൽ കട്ട് ചെയ്തത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ചേർത്ത് കൊടുക്കാം, ഒരു 5 ടേബിൾ സ്പൂണോളം. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ടൊമാറ്റോ അതും കട്ട് ചെയ്ത് ചെറിയ രീതിയിൽ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ കൂടെ ഒന്ന് വാടി കിട്ടട്ടെ. കുറച്ച് മല്ലിയില, പുതിനയില, കറിവേപ്പില ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതുപോലെയാണ് ആക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ സവാള മിക്സിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ചേർത്തത്. 1/2 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയുടെ ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്നും 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പൊടികളൊന്നും അധികം വേണ്ട, ആവശ്യത്തിന് ചേർത്താൽ മതിയാകും. ഇതെല്ലാം കൂടി നല്ലതുപോലെ ചിക്കൻ ചേർത്തില്ല, സവാള മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചെറിയ രീതിയിൽ പൊടിയുടെ പച്ചച്ചുവയൊക്കെ മാറിയതിന് ശേഷമാണ് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാനുള്ളത്. ചെറിയ ഫ്ലെയിമിലിട്ട് പൊടികളൊക്കെ ഒന്ന് പച്ചച്ചുവ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ചുകൂടി ഗരം മസാല ചേർത്ത് കൊടുത്തു. ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത കൂട്ട് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാർ വയ്ക്കുക. അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലോട്ട് ഞാൻ ചേർക്കുന്ന മാവുകൾ ഗോതമ്പ് മാവും അരിമാവുമാണ് എടുത്തിരിക്കുന്നത്. മൈദ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇപ്പോൾ മൈദ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ കുറച്ച് അരിമാവും കൂടി ചേർത്ത് കൊടുക്കാം. 2 മിക്സും കൂടെ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്.
വറുത്ത അരിമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മാവുകളും മുട്ടയും മാത്രം ആയതുകൊണ്ട് വേഗം തന്നെ അടിഞ്ഞ് കിട്ടുന്നതായിരിക്കും. വെള്ളം കൂടി പോകരുത്. ഒരു 2 ഗ്ലാസ് വെള്ളം എടുക്കുക. ആദ്യം 1 ഗ്ലാസ് ചേർത്ത് അടിച്ചു കൊടുക്കുക. പിന്നെ ഒരു അര ഗ്ലാസിൻ്റെ ആവശ്യം കൂടിയേ വരുള്ളൂ. ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും കട്ടിക്കാണ് വേണ്ടത്. ഉപ്പൊക്കെ നോക്കി കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീമർ ഏതെങ്കിലും അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇടിയപ്പം ചുടുന്നതോ അതുപോലുള്ള ഏതായിരുന്നാലും മതിയോ. ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ സ്റ്റീമറാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ചെറിയ സൈസിലെ തട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ സാധാ അലുമിനിയത്തിൻ്റെ വലിയ ഇഡലി തട്ട് അതായിരുന്നാലും മതിയും. ഏതായിരുന്നാലും കയ്യിലുള്ളത് എടുക്കുക. അപ്പോൾ ഈ തട്ടിലൊക്കെ ഞാൻ ചെറിയ രീതിയിൽ എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ മാവിൻ്റെ കൂട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഒരേ അളവിൽ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. എന്നാലേ ഒരേ രീതിയിൽ വരുള്ളൂ. അപ്പോൾ നല്ല നിറയ്ക്കുകയും വേണ്ട. ആദ്യമൊക്കെ ആയതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി നമ്മൾ ചിക്കൻ്റെ കൂട്ട് വെച്ചതിന് ശേഷം മുകളിലോട്ട് ഇനിയും വെച്ച് കൊടുക്കും. അപ്പോൾ അപ്പോഴും മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഇത് വെച്ചതിന് ശേഷം എല്ലാ തട്ടിലും ഒരേ അളവിന് മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു 2-3 മിനിറ്റ് ആവി കയറ്റി അതിനൊന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ചിക്കൻ്റെ മിക്സൊക്കെ വെക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല എളുപ്പമുള്ളൊരു സ്നാക്സാണ്. നമ്മുടെ ചിക്കൻ മിക്സൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ 2-3 ദിവസത്തേക്കൊക്കെ നമുക്കത് ആ മിക്സിലോട്ട് പല തരം വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഇതുപോലത്തെ സ്നാക്സൊക്കെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതുപോലെയൊക്കെ നോമ്പ് സമയങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് 5 വേണ്ട ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ വേകുന്നതാണ്ടേ ഒന്നായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മീതെ വേണം നമുക്ക് നമ്മുടെ ചിക്കൻ്റെ കൂട്ട് വെച്ച് കൊടുക്കാൻ. ഇഷ്ടാനുസരണം 2-3 ടേബിൾ സ്പൂൺ അതിൻ്റെ മീതെ വെച്ച് കൊടുക്കുക. ചിക്കൻ്റെ മസാല മൊത്തവും വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ മീതെ ചിക്കൻ മസാല കുറച്ച് കാണത്തക്ക രീതിയിൽ നമുക്ക് ബാക്കി മാവിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മേളിലൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ സ്നാക്സ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ എല്ലാ തട്ടിലും ചെയ്തെടുക്കാം. എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നതിന് ശേഷം നമുക്ക് ചെറിയ കുരുമുളക് ചതച്ചതോ അല്ലാതെ മുഴുവൻ കുരുമുളകോ ഇതിൽ ചെറിയ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ സമയത്ത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് വേകാനുണ്ട്. ആ സമയത്താണ് ഞാൻ ഇതുപോലെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുഴുവൻ കുരുമുളകായിരുന്നാലും ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുത്താലും മതിയാവും. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ഇനിയും നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ സ്നാക്സ് റെഡിയാവും. ചൂടോടുകൂടിയും തണുപ്പിച്ചുമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്.
അങ്ങനെ നമ്മൾ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റും കൂടെ വേവിക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്നിരിക്കുകയാണ്. വളരെ നല്ല ആവിയിൽ വേവിച്ച നല്ല ടേസ്റ്റായിട്ട് നല്ല എരിവോട് കൂടിയുള്ള സ്നാക്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരാം.